ഉർവശി പറയുകയാണ്, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി എനിക്ക് വേണ്ട എന്ന്. അത് വലിയൊരു ബാധ്യതയാണ്. ആ പദപ്രയോഗത്തിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളത്. അതായത് ഉർവശി എന്ന പേര് വർഷങ്ങളായി സിനിമ ആസ്വാദകർക്കിടയിൽ കേൾക്കുന്നുണ്ട്. നമുക്ക് ഉർവശിയെ ആണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കാരണവും വളരെ വ്യക്തമാണ്. അതായത് ഏത് കഥാപാത്രത്തെയും അനായാസം ചെയ്യാൻ കഴിവുള്ള മറ്റൊരു അഭിനേതാവ് ഇന്ന് മലയാളത്തിൽ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരേ സമയം നായികയായും സഹനടിയായും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി തിളങ്ങാൻ സാധിക്കുന്ന ഒരു അത്യുജ്വല പ്രതിഭാശാലിയാണ് ഉർവശി എന്ന നടി. സുരറൈ പോട്ടറിന്റെ ഹിന്ദി റിമേക്കിൽ ഉർവശിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച സീമ വിശ്വാസ് ആ ചിത്രത്തിൻ്റെ സംവിധായകനോട് ചോദിച്ചത് ഈ കഥാപാത്രം എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. അതായത് ഉർവശി ചെയ്ത വേഷം മറ്റൊരാൾ ചെയ്യുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. അത്രയ്ക്കും ആ നടിയുടെ അഭിനയത്തെ മറ്റുള്ളവർ ഭയപ്പെടുന്നെങ്കിൽ അതുതന്നെയാണ് ഉർവശിയുടെ വിജയവും. ഉർവശി പറയുകയാണ്, ബുദ്ധി കൊണ്ട് സിനിമയിൽ വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. കാരണം സിനിമ തൊഴിലായി എടുത്തവർക്ക് അങ്ങനെ ചൂസി ആവാനുള്ള അവസരമൊന്നുമില്ല. വരുന്ന കഥാപാത്രങ്ങളെ നോക്കി തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. പല സ്ഥലത്തായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു നായക നടൻ്റെയും പിൻബലത്തോടെ സിനിമയിൽ എത്തിയ ആളല്ല ഞാൻ. എൻ്റെ സംവിധായകർ തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന്. ചില സംവിധായകരും എഴുത്തുകാരും എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നു, എഴുതുന്നു. അതിനാൽ എനിക്ക് ലഭിക്കുന്ന പ്രശംസകൾക്കെല്ലാം കാരണം ആ സംവിധായകരുടെ കഴിവാണ്. പിന്നെ ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സൂപ്പർ സ്റ്റാർ എന്ന് മാത്രം വിളിച്ചാൽ പോരെ. അതുപോലെ ലേഡി ഡയറക്ടർ എന്ന് പോലും പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെയും കണ്ടാൽ മതി. അതുപോലെ തന്നെ ഒരു ജോലിയാണ് അഭിനയവും. പിന്നെ ഒരു കിരീടവും തലയിൽ എടുത്തു വയ്ക്കാത്തത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നാറ്. അതൊരു വലിയ ബാധ്യതയുമാണ്. കാരണം ഇത് വീഴാതെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അതിലും എനിക്കിഷ്ടം എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടിയാവണം എന്നു മാത്രമാണ്. സിനിമയിൽ വന്ന കാലം തൊട്ട് നായിക എന്ന രീതിയിൽ മാത്രം ഒതുങ്ങാതെ നിന്ന അഭിനേത്രി കൂടിയാണ് ഉർവശി. തൂവൽ സ്പർശവും കൗതുക വാർത്തകളും ചെയ്ത അതേ വർഷമാണ് തലയണ മന്ത്രത്തിലെ കാഞ്ചന എന്ന കഥാപാത്രത്തെ ഉർവശി ചെയ്തത്. ആ വേഷത്തിൽ സ്റ്റേറ്റ് അവാർഡും താരത്തിന് ലഭിച്ചു. ഒരേ സമയം വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉർവശിക്ക് അനായാസം സാധിക്കും. ഇപ്പോൾ അവസാനം ഇറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലും നല്ല കാമ്പുള്ള അടിപൊളി കഥാപാത്രമാണ് ഉർവശി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും നായികയായി മാത്രം അഭിനയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടില്ല. ഏത് വേഷം വന്നാൽ ഞാൻ ചലഞ്ചിങ് ആയി ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് പറയും. ആദ്യ കുറച്ചു കാലം വരെ ഞാൻ കഥ ഒന്നും കേട്ടിരുന്നില്ല. മഴവിൽക്കാവടി മുതലാണ് ഞാൻ കഥ കേട്ട് തുടങ്ങിയത്. ഏത് വേഷം തിരഞ്ഞെടുത്താലും അതിൽ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ നായകനെ നോക്കി സിനിമ തിരഞ്ഞെടുക്കണമെന്ന് ഇതുവരെ അവർ എന്നോട് പറഞ്ഞിട്ടില്ല. ഇതാണ് ഉർവശി പറയുന്നത്.